എന്നാ പോക്കാ പോയത് നോക്കി ഗൈസ്. ഞങ്ങൾ വന്ന വരയ്ക്ക് ഇവിടെ ഒരു വണ്ടി ലോറി മറിഞ്ഞു കിടക്കുന്നുണ്ടോ. അയ്യോ എന്റെ ദൈവമേ, എല്ലാവർക്കും എന്തെങ്കിലും പറ്റിയോ എന്തോ ലോഡൊക്കെ ഉള്ള ഒരു വണ്ടിയായിരുന്നു. ഇതെങ്ങനെ അവിടെ പോയി മറിഞ്ഞത്? ഈ വളവീന്ന് മറിഞ്ഞതാന്ന് തോന്നുന്നു. ഈ വളവ് ഇങ്ങനെ എന്തെങ്കിലും ഓവർ സ്പീഡ് ആയിട്ടും എല്ലാം വന്ന് മറിഞ്ഞാന്ന് തോന്നുന്നു അല്ലേ? ഓ, അതിൻ്റെ അകത്തെ ഡ്രൈവറൊക്കെ ജീവനോടെ ഉണ്ടോ എന്തോ, കണ്ടിട്ട് പേടി വരുന്നു. അങ്ങനെ ഞങ്ങൾ വന്ന വഴി കിട്ടില്ല ഒരു സ്പോട്ട് കണ്ട്, കുറേ ചുമന്ന ഇലയൊക്കെ ഉള്ളത്. അങ്ങനെ ഇത് കാണാൻ വേണ്ടി നിർത്തിയത് ഒരു മരം. വണ്ടിയൊക്കെ വരുന്നുണ്ടോ? പാഞ്ഞ വരുന്നത് നല്ല സൗണ്ടല്ലേ? വണ്ടിയൊക്കെ വരുന്നുണ്ടോ? ഒരു 5 പോകണം. ഇവിടെ ഇല്ല, ഇങ്ങനെ തരിശൂമയായിട്ട് കിടക്കും. പക്ഷേ ഈ പശുവൊക്കെ എന്താണ് തിന്നുന്നത് അതില്ല, കരിഞ്ഞ ഇലയായിരിക്കും തിന്നുന്നത്. ഒരു ഫാം പോലെ തോന്നുന്നു കേട്ടോ, മൊത്തം പശുക്കൾ മാത്രം. ഒരു മരം കണ്ട തളർ തലയൊക്കെ ആയിട്ട് സൂപ്പറല്ലേ? ആ നീയായിരുന്നു, ഞാനത് കുരങ്ങന്മാരും ചാടി വന്നത് അതിൽ അരത്. അയ്യോ ഫുള്ള് ഒരു മരം നിറച്ച അണ്ണാമ്പൊത്ത്, മൊത്തം അണ്ണാമ്പൊത്ത് കണ്ടടി. ഈ മരത്തിന് മണ്ടയ്ക്ക് വയ്ക്കും ഫുൾ അണ്ണാമ്പൊത്ത് കണ്ട്. ഈ അണ്ണാൻ്റെ കൂട്ട് വയ്ക്കുന്ന ഒരു സൈസ് ചെടിയില്ലേ ഈ മരത്തെ പറ്റി പിടിച്ചിരിക്കുന്നത്, കൊള്ളാല്ലേ? അങ്ങനെ ചക്കുപ്പി ഇറങ്ങി വരുന്നുണ്ട്. എല്ലാവരും ഇരുന്ന് കുറച്ചു നേരം ബോറടിച്ചെന്ന് തോന്നുന്നു. എത്ര നേരം ഓടി? 1 മണിക്കൂറായല്ലേ? ഞങ്ങളിങ്ങനെ 1 മണിക്കൂർ കഴിയുമ്പോൾ ഞങ്ങൾ വണ്ടി റെസ്റ്റൊക്കെ എടുത്തിട്ട് വൈകിപ്പോൾ ഇപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ ഫുള്ള് കാണാൻ നിൽക്കും. ചക്കു കണ്ടോ? അതിൻ്റെ താറും എഴുതണം. ബോറടിച്ചറി എന്നാ പോക്കാ പോയത് നോക്കി. കാടാണെന്നുള്ള ഒരു വിചാരം ഇല്ലെന്ന്, അങ്ങ് അലക്കുവാന്ന് തോന്നുന്നു. വണ്ടി മൊത്തത്തിൽ കൊണ്ട് കഴുകും. ഈ പശുക്കളൊക്കെ എന്തോടി ഇലയാണോ ഇതിന്? മാറും അല്ല, ഈ കരിഞ്ഞലയാണോ അതിന്? മണിയുടെ കീ എടുത്തില്ല ഇങ്ങനത്തെ? വണ്ടിയുടെ കീ ഇങ്ങോട്ട് വണ്ടിക്കകത്ത് കിടക്കും. ആ സാരമില്ല. രാവിലെ പോയി മേടിച്ച താറ് കണ്ടോ? രാവിലെ ഒരു താറ് മേടിച്ചോണ്ട് ഒരു താറ് ഞാനും മേടിച്ചു. അങ്ങനെ അപ്പൊ ഞങ്ങളപ്പോ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാം ഗൈസ്. ഞങ്ങൾ ഈ റൂട്ടിൽ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ എടുക്കുന്നത്. സാധാരണ അങ്ങോട്ട് പോകുമ്പോഴേ ഫോട്ടോ എടുക്കുന്നത്, പക്ഷേ ഈ പ്രാവശ്യം പറ്റിയില്ല. സാധാരണ ഈ മരമൊക്കെ ഇങ്ങനെ നല്ല പച്ചപ്പാട്ടിങ്ങനെ കാണാൻ നല്ല രസമായിരുന്നു. ആ ഈ മരം വെട്ടിക്കളഞ്ഞു. നേരത്തെ നമ്മൾ വരുമ്പോൾ വലിയ മരമായിട്ട് നല്ല രസമായിരുന്നു കാണാൻ. അപ്പോൾ ഞങ്ങൾ പോയി കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ടില്ല. ഞങ്ങളുടെ ഫോട്ടോ എല്ലാം ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പോയിട്ട് ഫോളോ അടിക്കണം അതിനകത്തോടെ. ഓക്കെ, തരാം. വരുന്ന വഴിക്ക് നല്ല വലിയൊരു അമ്പലം കണ്ടു. കളർഫുൾ ആയിട്ടുള്ള ഒരു അമ്പലം. ഞങ്ങൾ ഇന്നലെ ഈ അമ്പലം ശ്രീ സിദ്ധി വിനായക ടെമ്പിൾ. ഇന്നലെ നമ്മൾ ഈ അമ്പലമാണ്. ഇതിന്റെ റോഡ് 2 സൈഡിലും മണ്ണ് മാന്തി വെച്ചേക്കുക. 2 സൈഡിലും ഒരു സൈഡിൽ മണ്ണ് മാന്തി റോഡ് ഉണ്ടാക്കി വെച്ചേക്കുക. നമ്മൾ പണ്ട് വന്നപ്പോ എന്താ ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ്. ഫുള്ള് കൊടിയൊക്കെ കെട്ടി വെച്ചേക്കുന്നു. അമ്പലത്തിൽ വല്ല പരിപാടിയായിരിക്കും. മരങ്ങളെല്ലാം ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നു. എല്ലാരും തീ ഇട്ടതിന്റെ കൂട്ട്. ഒരു പച്ചപ്പില്ല, എല്ലാം ഉണങ്ങി വരണ്ടിരിക്കുന്നു. ഇത്ര ഇടം എന്തോ പറ്റുന്ന ഇവിടെ എല്ലാം കണ്ടോ ഉണങ്ങി വരണ്ടിരിക്കുന്നത്. ഇത്ര ഇടം എന്തുവാണോ ചെറിയൊരു പച്ച. റെയിൽവേ ക്രോസിംഗ് ആണിത്. എന്ത് പറ്റിയ ലോറി? ആ ലോറിക്ക് എന്തോ പറ്റിയല്ലോ, പഞ്ചറായിരുന്നു. ഭയങ്കര കാട്. എന്റെ കൂട്ടത്തില് എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ടിരിക്കാ വേല. കണ്ണടഞ്ഞ് ഇങ്ങനെ തൂങ്ങിപ്പോ, പക്ഷെ തുറങ്ങാൻ സമ്മതിക്കത്തില്ല. ചപ്പി നല്ല ഉറക്കമാ.
ഞങ്ങൾക്കാണെങ്കിൽ ഇങ്ങനെയുള്ള വഴി കൂടെ പോയിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ബോറടിക്കുന്നു. ഒരു കടകള് പോലും ഇല്ലെന്നുള്ളതാ അല്ലേ? ആ പച്ചപ്പില്ല, ഒന്നുമില്ല, വെയില് മാത്രമല്ല, ഉണങ്ങി വരണ്ടിരിക്കുന്നു. നടുവത്തിലാണെങ്കിൽ ഭയങ്കര ബോറടി. എന്തെങ്കിലുമൊക്കെ കാണാനുണ്ടെങ്കിൽ നല്ല രസമല്ലേ? ഇതൊന്നും ഇല്ല. ചക്കുവാണെങ്കിൽ കൂർക്ക വലിച്ചു കിടന്നിറങ്ങാം. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ചോദിച്ചാ ഇവിടെ ഫ്രണ്ടിൽ കൊണ്ടിരുത്താമോന്ന്. അപ്പൊ പോലീസ് ഉണ്ടെന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞതിന് അപ്പൊ ഉറക്കം തുടങ്ങിയതാ. ഇതുവരെ അവന്റെ ഉറക്കം മാറി. ഇടയ്ക്കിടയ്ക്ക് ഈ ഭീമാ ജുവലറിന്റെ പോസ്റ്റർ മാത്രം ഫ്ലെക്സ് കാണാം. ഈ കാട്ടിലൊക്കെ ആര് കൊണ്ടുവച്ചത്? അങ്ങനെ ഞങ്ങൾ വരുന്ന വഴി ചക്കുപ്പിക്ക് വിശന്ന് അങ്ങനെ ഞങ്ങൾ KFC കയറി. ചക്കുപ്പി തന്നെ KFC കയറിയിട്ട് വെള്ളം കുടിച്ചോണ്ടിരിക്കും, പച്ചവെള്ളം കുടിച്ചോണ്ടിരിക്കുക. ഞങ്ങൾ കുറേ സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. വല്ലപ്പോഴേ ഇങ്ങോട്ടൊക്കെ വരാറുള്ളൂ. ഞങ്ങളെപ്പോൾ പോയാലും അന്ന് കയറുന്നൊരു KFC ആണ്. കാണാൻ നല്ല രസമായിരുന്നു. മറ്റുള്ളവരുടെ നല്ല KFC എപ്പോൾ ഇരിക്കുന്ന കേട്ടോ. ഇങ്ങനത്തെ ഫോട്ടോ വേറെ ഞാൻ പറ്റില്ല കേട്ടോ. ഇവിടെ എല്ലാവരും ഡെലിവറി മേടിച്ചോണ്ട് പോകുന്ന കേട്ടോ. ഞാൻ വീട്ടിൽ കൊണ്ടുവന്നില്ല, ഇവിടെ ആരും കഴിക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ പോയി കഴിച്ചിട്ടെത്താം കഴിച്ച്. ഞങ്ങളുടെ സാധനം വരുന്നതാണെന്ന് തോന്നുന്നു, പറ്റിച്ച് വന്നില്ല. അപ്പം ഞങ്ങൾ കഴിച്ചിട്ട് വരും. ഞങ്ങൾ അങ്ങനെ KFC ഓർഡർ ചെയ്ത് വന്നു. ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത്. ഒരു പോപ്കോൺ മീല്, ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെന്താ ചക്കൂനാണ് ഫ്രഞ്ച് ഫ്രൈസും ചിക്കൻ കോക്കോണും. പിന്നാണെങ്കിൽ ഒരു ഹോട്ട് ആൻഡ് ക്രിസ്പി ബക്കറ്റും വാങ്ങിച്ചു. KFC കണ്ടപ്പോഴത്തേക്ക് രണ്ടുപേരും ഇവിടെ പോളിങ് തുടങ്ങി. ചക്കുപ്പിക്കാണെങ്കിൽ ഫ്രഞ്ച് ഫ്രൈസും പോപ്കോണും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് തിന്നുകൊണ്ടിരിക്കുന്നു. വേറെ എന്താ മേടിച്ചാലും അവൻ തിന്നത്തിട്ടിപ്പം. ഇനി വീട്ടിൽ ചെന്നിട്ട് അവൻ നേരം കഴിക്കും. സമൂസ കണ്ടുപോലെ ചിക്കൻ കറിയും കടിച്ചു കുറച്ച് തിന്നുകൊണ്ടിരിക്കുന്നു. എനിക്കാണെങ്കിൽ ഇവിടെ ചോറ്, ഇതിൻ്റെ അടി ചോറാണ് ഗൈസ്. പിന്നെ കുറേ 2 സോസും ഒരു മയോനൈസും ഇതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇത് എങ്ങനെ ഉണ്ടോ, ടേസ്റ്റ് ഉണ്ടോ നോക്കിയിട്ട് പെട്ടെന്ന് വരാമേ, എന്നിട്ട് വീട്ടിലോട്ട് പോയിട്ട്. വരുന്ന വഴിക്ക് ഒരു മാർക്കറ്റാന്ന് തോന്നുന്നു. ഫുൾ പൂമാലയും ഫ്രൂട്ട്സും ചന്ത കൂട്ട് നോക്ക്. അപ്പൊ കണ്ടപ്പോ നിങ്ങളെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ഇവിടെ ഫുള്ള് പൊടി. എന്നോ പൊടിയാന്ന് വെച്ചാ വീട് ചിലപ്പോ ഈ വണ്ടിയാണ്. റോഡ് കഴിക്കുന്ന മരത്തിന്റെ ഒക്കെ പച്ച കളർ തന്നെ പോയി. മരമൊക്കെ ചുമന്നാ. ഞങ്ങള് KFC കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് ഇങ്ങോട്ടായി. ഞങ്ങളെ വീണ്ടും പറ്റിച്ച് ഗൂഗിൾ ചേച്ചി ഏതോ ഒരു ഉടുക്ക് വഴി കൂടെ കയറി ഒക്കെ വന്ന് ഏതോ ഒരു ടോളിൻ്റെ കൂടെ വന്ന് നിൽക്കുമ്പോൾ ഇവിടെ നിന്നിപ്പം വിശന്നപ്പം അല്ല ദാഹിച്ചപ്പം ചുമ്മാ ഇച്ചിരി ബദാം മിൽക്ക് കുടിക്കാന്ന് വേണ്ട നമ്മുടെ കുടിയാണ്. ചക്കുപ്പിക്ക് ബദാം മിൽക്ക്, സമോസിന് പിസ്തയുടെ മിൽക്ക്. ആണോ? ഞങ്ങളുടെ കൊള്ളാമോ? കൊള്ളാമോ? കമത്തിക്കളയില് മുറുക്കപ്പിടി കുടി. ഇത്ര നിരക്കാണ് ഉറങ്ങുമായിരുന്നു ഇവൻ. അല്ല ഇവൻ എന്തെടുക്കാനാ? കൊറേ നേരം വർത്താനം പറഞ്ഞു. ഇന്ന് കൊറേ നേരം ഇവൻ ഉണർന്നിരുന്നു. എന്തുവാണോ? ഓ ട്രാക്ടറോ? കൊതുണ്ട് കുത്തല് കേട്ടോ. നടക്ക കാലൊക്കെ നനക്ക് കൊതു കടിക്കും. ചക്കുന്റെ ആ മൂക്കാമ്പിനെ ചെന്ന് ചക്കുന്റെ 2 കൈയുടെയും സെയിം പാർട്ടിൽ മുട്ടിന്റെ അവിടെ കൊതു കുത്തി ഭയങ്കരമായിട്ട് വീർത്ത് നീര് വെച്ചു. ചക്ക അങ്ങോട്ട് പോലെ ഇത് രണ്ടിൽ ഏതാ കൊള്ളാൻ നോക്കാം. വലിയ ഗുണമൊന്നുമില്ല. എന്തോ ഒരു ചക്കുന്നെ കാണിച്ചാലോ? ചക്കുനെ കൊള്ളാം. നിന്റെ ഒരുമാതിരി ചുമയുടെ മരുന്നിന്റെ ടേസ്റ്റ് ആയിരുന്നു. അല്ല നിന്റേനാ. ചക്കുന്റെ നല്ല ടേസ്റ്റ് ആയിരുന്നു. ചക്കുന്റെ നല്ല. ഞങ്ങൾ ഇതുവരെ വീട്ടിലെത്തിയില്ല. സമയം 9 മണിയായി.
9 മണിയൊക്കെ കഴിഞ്ഞു, 9:15 തോന്നുന്നു. കാരണം ഭയങ്കര ഈ നൈസ് റോഡ് എന്ന് പറഞ്ഞിടത്ത് ഭയങ്കര ട്രാഫിക്, ഭയങ്കര ലോറിയാണ്. അപ്പൊ നമുക്ക് ഇനിയുണ്ട് കുറച്ച് സമയം കൊണ്ട്, ഒരു 10-15 മിനിറ്റ് കൊണ്ട് വീട്ടിൽ ചെല്ലാൻ വേണ്ടിട്ട്. ഇടയിൽ കൂടെ ഒരുത്തൻ കേറി വരുന്നു. ആ ഞാൻ ബെന്നാർഘട്ടയായി, നമ്മുടെ വഴിയായി. അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഇറങ്ങേണ്ട ബെന്നാർഘട്ട, ബാംഗ്ലൂരാ, ബെന്നാർഘട്ടയല്ലോ. എവിടെയെങ്കിലും പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആകണം ഗൈസ്. പക്ഷെ തിരിച്ചു വരുമ്പോ ഉണ്ടല്ലോ, സങ്കടമാണോ വിഷമമാണോ എന്താന്നറിയില്ല. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ വീടെത്താറായി. ഞങ്ങളുടെ ഇവിടുത്തെ നൈസ് റോഡിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഒരു 10 മിനിറ്റുള്ളിൽ വീട്ടിൽ ചെല്ലും. അപ്പം ഇരുന്ന് രാവിലെ കയറുന്നതാണ് വണ്ടിയിൽ, ഇരുന്ന് മടുത്ത്. എങ്ങനെയാലും ഒന്ന് വീട്ടിൽ ചെന്നാൽ മതി എന്നുള്ള ചിന്തയായി. വീട്ടിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ആയി കിടന്ന് ഉറങ്ങിയ സമാധാനമാകും അല്ലേ? ചക്കു നല്ല ഉറക്കമായി. ഇത്ര നേരം ഉണർന്നിരിക്കുകയായിരുന്നു, ഇച്ചിരി മുന്നേ ഉറങ്ങി. പിന്നെ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ബ്ലോക്കിൽ കിടക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താലോ? അതെന്താ വണ്ടി അങ്ങോട്ട് പോന്നേ? അപ്പൊ ഗൈസ്, അപ്പൊ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണാതുണ്ടെങ്കിൽ എല്ലാവരും അതുകൊണ്ടൊന്ന് ചെയ്തേക്കാം. ഇതിടയ്ക്ക് പറയേണ്ടതായിരുന്നു, ഞാൻ മറന്നുപോയി, അതുകൊണ്ട് ക്ഷമിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.